शुक्लांबरधरं विष्णु शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। ജയ, എന്താ അവൻ വരുന്നു. ആര്? നിന്റെ അനുജനെ ജീവച്ഛവമാക്കിയവൻ, പട്ടാഴിയില്ലത്തെ കുഞ്ഞുണ്ണി. നിന്റെ ഏട്ടൻ അവനെ കൊണ്ടിരുന്നു എന്റെ ചെമ്പറയിലേക്ക്. കുഞ്ഞുണ്ണി എന്താ കാണണ്ട നിനക്കവനെ? ശീ കഷ്ടപ്പെട്ടു വച്ചൻ അവനെ ഇവിടെ എത്തിക്കാൻ. വെട്ടിക്കൊല്ലണം അവനെ ചെമ്പ്രങ്ങാടിയിലിട്ട്. ഇവിടെ ആരോട് ചോദിച്ചിട്ടാടാ വണ്ടി നിർത്തിയത്? ഒന്നും ഉണ്ടായിരിക്കും സാറേ. എനിക്ക് നെല്ലൂർ മനയിലാണ് പോകേണ്ടത്. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്, നിർത്തണേ, വണ്ടി ഒന്ന് നിർത്തണേ. ഹലോ ഹലോ. എന്റെ ദേവി, ഈ വണ്ടി എങ്കിലും നിർത്തി തരണേ. സ്റ്റോപ്പ്, വണ്ടി നിർത്തുക. സ്റ്റോപ്പ് സ്റ്റോപ്പ്. അതെ, എന്റെ വണ്ടി. ഹായ്, ആരാത്? മങ്കര സ്റ്റാൻഡിലെ കുട്ടിയല്ലേ? എന്താ കുട്ടിയെ പ്രശ്നം? ഒന്നും പറയണ്ട, എന്റെ വണ്ടിയുടെ റെഗുലേറ്റർ പൊട്ടി. എന്റെ ഉണ്ണിയെ, നീ എന്റെ പാസഞ്ചർ ഒന്നങ്ങടെ എത്തിക്കുക. ആളൊക്കെ എങ്ങടാ പോണ്ടേ? ചെമ്പ്രയിലേക്കാ, മനുഷ്യരിന്ന് വടക്കോട്ട്. ചെമ്പ്ര? ആ, ഞാൻ ഇപ്പൊ ആളെ വിളിച്ചോണ്ട് വരാം. ആ, ഇവിടെ വണ്ടി മാറി കയറണമായിരിക്കും. ട്രാൻസിറ്റ് അവിടെ ഇറക്കിയാ മതിയല്ലോ. ആ, വഴി വയ്ക്കുക ഒരു മാങ്കുടിനെ കാണലില്ല. ഇവിടെ എന്തിനാണോ വണ്ടി നിർത്തിയത്? വണ്ടി വിടരാം. ഓ, വലഞ്ഞല്ലോ ഈശ്വരന്മാരെ. എങ്ങടാ പോവുക? ഗരീഷ, അയ്യോ സ്വാമി, അടയ്ക്കല്ലേ. ആരാ? ഞാൻ ഉണ്ണി. ഓ, വിഷം തീണ്ടില്ലേ? ആ, കേറിയപ്പോ ഇത്രയും വിഷം ഉണ്ടായിരുന്നില്ല. ഓ, വിഷം വെച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതെ, ഈ നെല്ലൂർ മന എവിടാന്നൊന്ന് പറഞ്ഞേ. എന്താ ചോദിച്ചേ? ആ, നെല്ലൂർ മനെ ചാവാനാണോ പുറപ്പാട്? ആരായാലും ഇങ്ങനെ ഓടിച്ചാ ചാവും. ഗരീഷ, ഓ, മനയിലെത്താൻ പുഴ കടക്കണം. ഇവിടെ പാലമില്ല, പക്ഷെ ഈ അസമയത്ത് കടത്തുകാരനും കാണില്ല. അപ്പൊ ഇവിടെ മന്ത്രി ജോസഫ് തന്നെ. സാരമല്ല, ഇന്ന് വെള്ളിയാഴ്ചയാ. അതെ, വെള്ളിയാഴ്ച തന്നെയാ. മുണ്ടായ സ്വപ്നയിൽ പടം മാറുന്ന ദിവസം. ഇങ്ങനോട് ചോദിച്ചാൽ എന്നെ പറഞ്ഞാൽ മതിയില്ല. ഗരീഷ, എന്ത് കാറ്റാത്? ഞാൻ ഗിരീശനല്ല. പിന്നെ നീ ആരാ? എന്റെ പേര് ഉണ്ണി. ഒന്നും മിണ്ടാട്ടിരിക്കും സാറേ. ഗുഡ് നൈറ്റ് ടോഡിമാൻ. ഇന്നത്തെ കോട്ട കഴിഞ്ഞ് ഗിരീഷ. ഞാൻ ഗിരീശനല്ലെന്ന് പലവട്ടം പറഞ്ഞതാ. എനിക്കൊരു ഗിരീശനെ അറിയില്ല. അപ്പൊ നീ എടപ്പാൾ ഗിരീഷനല്ലേ? സാറേ, ഞാനല്ല ഗിരീശൻ. ഞാൻ പലവട്ടം പറഞ്ഞതാ എന്റെ പേര് ഗിരീശനല്ലാന്ന്. കുട്ടിയുടെ കാറ് വഴി കേടായി. അപ്പൊ എന്റെ ജീപ്പി മാറി കയറി. അപ്പൊ നിന്റെ പേരെന്താ ഗിരീഷ? ഉണ്ണി 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 ഉണ്ണി. ഐ എം കുഞ്ഞുണ്ണി. ആർക്കിടെക്ട് പട്ടാഴി കുഞ്ഞുണ്ണി നമ്പൂരി എന്ന് പറഞ്ഞാൽ നമ്പൂരിയ? നമ്പൂരിയായിട്ട് എങ്ങനെ കള്ളു കുടിച്ചേ? ഞാൻ കുടിച്ചത് കള്ളല്ല, സോമരസം. ഓ, വെടി, എന്തൊരു വെടി! ഒച്ച കേട്ടാൽ അറിയാൻ വെച്ചത് പുഴിക്കുന്നാശാനാണ്. സാറേ, നമുക്ക് തിരിച്ചു പോവാം. സാറിന്റെ വീട് കേരളത്തിൽ എവിടെയാണെങ്കിലും ഞാൻ കൊണ്ടാക്കാം. എന്റെ ജീപ്പ് കേടാവില്ല. പിന്നെയും വെടി. വെറുതെ അല്ല നെല്ലൂർ വനെ മുടിഞ്ഞു പോയത്. തെരന്റെ കല്യാണം വരെ ഉത്സവമാക്കുന്ന കാരണവന്മാരുണ്ടെങ്കിൽ ഏതുവനെ മുടിഞ്ഞു പോകും. വെളിച്ചം കണ്ട അത് ഗിരീശനായിരിക്കും. ഗിരീശ, ഞാനൊന്നും കണ്ടില്ല. നിനക്കെന്താ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ട്? മന വിൽക്കാൻ മനയിലെ കാരണന്മാരെ പറഞ്ഞ് സമ്മതിപ്പിച്ചത് ഗിരീശനാ. അവർക്ക് ഒരൊറ്റ നിർബന്ധമുള്ളൂ,
വാങ്ങിക്കുന്നവൻ ഏത് ജാതിക്കാരനായാലും മതക്കാരനായാലും വേണ്ടില്ല, ബ്രാഹ്മണനായിരിക്കണം. 108 പഞ്ചാക്ഷരി നിത്യവും ജപിക്കുന്നവനായിരിക്കണം. മിനിമം 108. കേട്ടോ? എന്ത് പൊട്ടിച്ചു കളഞ്ഞു 18ാമത്തെ വയസ്സിൽ. ഐ വാസ് എ റെവല്യൂഷണറി. നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലായി. സാറേ നമുക്ക് തിരിച്ചു പോവാം. നല്ല മുല്ലപ്പൂവിന്റെ മണം. വല്ല നാട്യക്ഷീണും ആളെ പിടിക്കാൻ പൂഞ്ചൂടി ഇറങ്ങിയായിരിക്കും, അട്രാക്ട് ചെയ്യാൻ. വാ വാ. എനിക്ക് പേടിയാ. പേടിയുള്ളവനൊന്നും വരണ്ട, നീ വയ്ക്കോ. എന്നാ നിന്റെ കൂലി. എനിക്ക് കൂലിയൊന്നും വേണ്ട. വേണ്ട. കൂലി വാങ്ങാതെ സേവനം ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ ഈ സർവീസ് ടാക്സ് എങ്ങനെ കിട്ടും? ഓക്കെ. ബാഗ്. അറിയാത്ത ഉണ്ണി ചോരോടിക്കും പറഞ്ഞോളൂ. നെല്ലൂർ മന ഇതൊരു സംഭവമാണ്. കാസിനോ റിസോർട്ടിന് പറ്റിയ പ്രോപ്പർട്ടി. ഗിരീഷ, മന വാങ്ങാൻ വന്ന ആളല്ലേ? ഗിരീശൻ വെല്ലങ്ങുന്നതിന്റെ കൂടെ തെക്കിണിയിലുണ്ട്. ഞാൻ വിളിക്കാം, അങ്ങ് അകത്തേക്ക് വന്നോളൂ. എന്നെ ഇടിക്കല്ലേ സാറേ. ആരാടാ നീ? എന്നെ കൊല്ലല്ലേ സാറേ, ഞാനെല്ലാം പറയാം. അല്ല, ഞാൻ ഇന്നലെ വന്ന മനയല്ലേ? ഗിരീഷ, ഗിരീഷ, എടപ്പാൾ ഗിരീഷ. എന്റെ കുഞ്ഞുണ്ണി വന്നില്ലേ ഇനി? എന്റെ ദേവി, ഇന്നലെ രാത്രി മുതൽ അവനെ കാണാനില്ല. എന്റെ കുഞ്ഞുണ്ണി എങ്ങടാ പോയേ? അറിയില്ല. ആരോടും പറഞ്ഞില്ലേ? എനിക്കറിയില്ല ഏട്ടത്തി. എന്നോട് പറഞ്ഞിട്ടല്ലല്ലോ അവന്റെ പോക്കും വരും. ദീപാവലി കുളിച്ച് നടക്കട്ടെ, അനുഭവിക്കും. ഈശ്വര, ഈ തുമ്പപ്പൂ നിറമുള്ള പാര അടുത്തിരുന്ന് എന്തൊക്കെയോ ഓതി കൊടുത്തിരിക്കണാവോ. അതെ, കുഞ്ഞിനേട്ടൻ എവിടേക്കാ പോയെന്ന് ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല. എന്റെ ആദ്യമ വിഷമിക്കണ്ടേട്ടോ. കുഞ്ഞിനേട്ടനെ വല്ല വീടോ പറമ്പോ തടഞ്ഞിട്ടുണ്ടാവും, അത് നോക്കാൻ വേണ്ടി പോയതാ. വേണ്ട തുളസി, നിന്റെ ചക്കര പുരട്ടി മധുരഭാഷണം കേൾക്കണ്ട. ഇപ്പൊ ഒന്ന് നോക്ക് പാറു, അവന്റെ ഫോൺ ഇപ്പോഴും എടുക്കണില്ലേന്ന്. ഒരക്ഷരം മിണ്ടണില്ലേ. അത് ഇപ്പോഴും ചത്തു കിടക്കുക. ഞാൻ അങ്ങോട്ട് ചോദിച്ചാൽ നീ ഉത്തരം പറഞ്ഞാ മതി. ഓഫീസിൽ നിന്ന് കുഞ്ഞുണ്ണി നേരെ എങ്ങടാ പോയത്? നിനക്കറിയാം, സത്യം പറയാ നീ. പിഷാരടി, ഓഫീസിലുള്ള APനോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല.
അവന്റെ സെക്രട്ടറിയോട് ചോദിച്ചു നോക്കൂ. ആള് മുമ്പിൽ നിക്കണുണ്ടല്ലോ. സെക്രട്ടറിയോ? അതാരാ? ദാ നിക്കണു അവന്റെ കയ്യേണി. ചോദിക്കേണ്ട പോലെ ഇവളോട് അങ്ങോട്ട് ചോദിക്കാത്താൻ. തന്റെ മോളല്ലേ? അച്ഛാ, എനിക്കറിയില്ല. അറിയാം. മര്യാദക്ക് നീ സത്യം പറയോ. കുഞ്ഞുണ്ണി എവിടേക്കാ പോയത്? കിന്നരിക്കേണ്ട നേര് പറഞ്ഞോ നീയെ. പറയടി, ഉണ്ണി എവിടെ? കുഞ്ഞുണ്ണേട്ടൻ ചെമ്പ്രയിലേക്കാ പോയത്. ചതിച്ചോ എന്റെ ഭഗവതി. ചെമ്പറപ്പുഴയിലൊരു ശവം കൂടി വീട്. എടോ വിഷഹാരി, ചൂണ്ട കുഞ്ഞുണ്ണിയുടെ ശവത്തെ കൊത്തി വലിച്ചുകൊണ്ട് വരുന്ന കാണണ്ടേ? വേണം. ചൂണ്ട ആരാ മോൻ? കൊല്ലക്കുറുപ്പല്ലേ? കൊത്താൻ പറഞ്ഞാ കൊന്നിട്ട് വരുന്നല്ലേ അവൻ. ഉച്ചതിരുമേനി, ആരാ വരുന്നത്? പത്തി പൊന്തിയ വെമ്പാലെ പോലാണല്ലോ അവന്റെ വരവ്. പറടാ, ആരാ നിന്നെ അയച്ചത്? ആളെ കാണിച്ചതാടാ. എടാ ചൂണ്ടേ, എന്താ സംഭവിച്ചത്? നീയല്ലേ ഇന്നലെ എന്നെ ചേലക്കര ഷാപ്പിൽ നിന്ന് പൊക്കിയത്? അല്ല. അതെ. അത് പിന്നെ കള്ളുപിടിച്ച് വിറ്റായപ്പോ സാറിന് കാർ ഓടിക്കാൻ പറ്റാണ്ടായപ്പോ ഷാപ്പുകാരനെ വിളിച്ചത്. കള്ളം വിളിച്ചതല്ല, നീ സ്വയം ഏറ്റെടുത്തതാ. നീ ഷാപ്പിലുണ്ടായിരുന്നു. നീ എന്നെ വഴി തള്ളിന്നിട്ട് ഇവിടെ പൊങ്ങി. പറടാ, നീ ഏത് ബ്രോക്കറുടെ ഏജന്റാ? വാങ്ങാൻ ചാടി പുറപ്പെട്ടപ്പോ ഈ നാടിന്റെ ചരിത്രം ഒന്നും പഠിച്ചില്ലല്ലേ? പഠിപ്പിച്ചു തരാൻ നിങ്ങളാണോ ഇവിടത്തെ ചരിത്രകാരൻ? അല്ല. 8-16 എടുക്കല്ലേ മൂപ്പിന്നെ. കച്ചവടം മുടക്കാൻ വരുന്നവനൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് കുഞ്ഞുണ്ണിക്ക് നന്നായിട്ട് അറിയാം. പോട്ടെ സാറേ, പോട്ടെ. ആര് സാറിനോട് കലമ്പാൻ നിൽക്കണ്ട. 6-ാം നമ്പർ ആറാട്ട് കൊമ്പനായി സാറ്. സാറ് തന്നെ വാങ്ങും. ചില്ലറ വല്ലതും വേണമെങ്കിൽ സാറ് നമുക്ക് തരും. ഒന്ന് മാറിയേ ജോത്സന. സാറ് സാർ, വെളുപ്പിന് മുതൽ അന്വേഷിച്ച് നടക്കുക ഞങ്ങള്. ചേലക്കര ഷാപ്പിൽ കാറ് കിടക്കുന്ന കണ്ടു. അവരെ പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന്. സാർ, ആ ബ്രോക്കർ എടപ്പാൾ ഗിരീശന് നിനക്ക് എങ്ങനെയാ പരിചയം എന്ന് പറഞ്ഞത്? സാർ, അത് എനിക്ക് പരിചയമൊന്നുമില്ല. അത് അയാള് നേരിട്ട് ഓഫീസിൽ വന്ന് പരിചയപ്പെട്ട. വാസോ, നീ എന്റെ ഒരുപാട് മേടിച്ചതല്ലേ? ഇത്തിരി എണ്ണ മേടിച്ചിട്ട് നല്ലോണം പുഴുങ്ങി കുളിക്കും. സാർ, അത് നല്ല മനയാണോ? കണ്ടിട്ട് എന്തായി? ഈ ഭൂമിയിൽ എന്നെ മോഹിപ്പിച്ചതൊക്കെ മോഹവില കൊടുത്ത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഈ മനയും വാങ്ങും. അച്ഛാ, എവിടെയാണ് നമുക്ക് പഴിച്ചത്? ഇന്നൊരു സുദിനമാവുന്ന ഞാൻ വിചാരിച്ചത്. അച്ഛനെ പോലെ എനിക്കും കൊതിയുണ്ട് അവന്റെ ശവം കാണാൻ. അവനെ ഞാൻ ആട്ടിത്തെളിച്ച് കൂട്ടിക്കയറ്റി തന്നില്ലേ? അവിടെ ഇട്ട് വെട്ടിക്കൊല്ലാൻ അച്ഛനൊരു മകനില്ലാതെ പോയല്ലോ. ആരാണാവോ? ചെമ്പറ വന്നു കയറിട്ട് അവനെ തല്ലിക്കൊല്ലാതെ പറഞ്ഞു വിട്ടില്ലേ? ചുണയില്ലാത്ത ആ വികടൻ ജയനാണോ? മിണ്ടരുത്. നിന്റെ പുരുഷനൊരു വിഡ്ഢി പൊങ്ങനാണ്, മാംസപിണ്ഡം. അവനെ കിട്ടാൻ ഓരോ ദിവസവും ഓരോ യുഗം പോലെ തള്ളി നീക്കിയവനാണ് ഞാൻ. എന്നിട്ടിപ്പൊ കൈ വന്നു കേറിയപ്പോ ദാ നിൽക്കുന്നൊരു പൊണ്ണത്തടിയൻ എന്തിന് കൊള്ളാം. അവന് കളരി അറിയാവുന്ന കാര്യം എന്നോടാരും പറഞ്ഞില്ലായിരുന്നു. ലക്ഷണം കണ്ടിട്ട് ആയുസ് മാത്രമല്ല, കുറച്ച് ഭാഗ്യവും മണ്ടയിലുള്ളവനാവൻ. അതുകൊണ്ട് ആ കന്യങ്കൻ തന്നെ അരസിപ്പോയത്. പാവം ആ ഡ്രൈവർ കുട്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടു. അച്ഛാ, കുഞ്ഞുണ്ണി കടവ് കടന്നു വരുമ്പോ ഞങ്ങൾ അവിടെ ആയുധമായിട്ട് കാത്തു നിപ്പുണ്ടായിരുന്നു, അല്ലേ വാസു? വാള് പിടിച്ച് കാവല് നിപ്പുണ്ടായിരുന്നു. അച്ഛാ, പെട്ടെന്ന് ആരോ ഞങ്ങളുടെ പിന്നിൽ നിൽക്കുന്നതായിട്ടൊരു തോന്നലല്ല, സത്യവാ. പിന്നെ പാലപ്പൂവിന്റെ മണവും വളക്കിലിക്കും. സാവിത്രി, യക്ഷി വിളയാട്ടമുള്ള സ്ഥലമല്ലേ തിരുമേനി? അതും വെള്ളിയാഴ്ച. അതെ, അതുകൊണ്ട് കൊല്ലുന്നത് പകൽ വെളിച്ചത്തിലാകാന്ന് കരുതി. നേരം വെളുത്തിട്ട് ഇയാള് കുറെ ഒലത്തി. നിനക്കൊക്കെ ഇവിടെ ധർമ്മപ്പുല്ല് തിന്ന് മാംസം വരിപ്പിച്ച് നിൽക്കാനേ അറിയൂ. പടവെട്ടാൻ വേറെ ആളെ വരുത്തണം.
ആത്തേമേ, നാട് വിട്ടുപോയ ഉണ്ണിമാൻ തിരിച്ചെത്തിട്ടോ. ഒച്ച വെച്ചകത്തുള്ളവരെ മുഴുവൻ അറിയിച്ച കൊന്നോളെ ഞാൻ. റായ് സർ, വിളിച്ചോണ്ട് പോരണ്ടേ? ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ആ പോകുന്ന സാമിയുടെ മാടിന്റെ ഡിസൈൻ എനിക്ക് കിട്ടണം. ചെയ്യാം സർ. ചെല്ലേ. വാ 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 വാ. അവിടെ നിക്ക. ഇന്നലെ രാത്രി മുഴുവൻ ഏത് ദിക്കിലായിരുന്നു എന്റെ പൊന്നുമോൻ? ഞാൻ ഇന്നലെ കുറച്ച് റേഞ്ച് ഔട്ട് ആയി പോയമ്മേ. കുടിച്ച് ബോധം കെട്ട് കിടക്കായിരുന്നു എന്ന് എനിക്കറിയാടാ. നിന്റെ തല കണ്ട അന്നു മുതൽ എനിക്ക് ആദ്യേ വിധിച്ചിട്ടുള്ളൂ സുഹൃതക്ഷയം. അല്ലാണ്ട് എന്താ? ഇതെന്ത് മറിമായ? ഇതെങ്ങോട്ടാ മാഞ്ഞത്? കേട്ടി അടിച്ചു നലിക്കറി മരമാക്രി. നീ എന്നെ മിമിക്രി കാണിച്ച് പേടിപ്പിക്കുന്നു. ഒറ്റ തൊഴിൽ വെച്ചെന്നുണ്ടല്ലോ. എവിടെ അമ്മയൻ പാർട്ടി? രാവിലെ കുട്ടന്റെ കണ്ട് പരാതി പറയാൻ പോയോ? നന്നായി. നിവേദനം സമർപ്പിച്ചിട്ട് ഇങ്ങോട്ട് വരട്ടെ. ഒരു ലോഡ് ഉപദേശം ഒരു കൂടെ നെയ്യും കൊടുത്ത് വിടും. വലിയ ശാന്തി. ഇപ്പൊ അതൊക്കെ എപ്പോഴേ എത്തി? കുട്ടേട്ടൻ പറഞ്ഞു വിട്ട് 2 കേശാന്തിമാരും വന്നിട്ടുണ്ട്. ദേ കേക്കണില്ലേ വടക്കേക്കാവിലും മണിയും മന്ത്രവും? ഓ, ബ്ലാക്ക് മാജിക്. എന്താ? ഇവിടെ ഇപ്പൊ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അതെ, അതിനിപ്പോ എന്താ വേണ്ടേ? ഉണ്ണിയേട്ടാ വേണ്ട കേട്ടോ. ശാരസ്യാര് സമയം കളയാണ്ട് മുകളിലോട്ട് വരിക. ഇപ്പോഴോ? ഇപ്പോഴെന്താ കുഴപ്പം? സമയവും കാലവും ഞാൻ തീരുമാനിക്കും. അനുസരിച്ചാ മതി. ഇതൊക്കെ ആഗ്രഹം തോന്നുമ്പോഴല്ലേ നടക്കൂ. ദൈവമേ, കാണില്ലല്ലോ. കെട്ടി കാളകുടം. ഇന്ന് സേവ നാടൻ വേണോ സായിപ്പ് വേണോ? സായിപ്പ് മതി. എന്റെ ഉത്രാളി കാവിലമ്മേ, എന്നോട് ഒരു ദേഷ്യം തോന്നരുതേ. എടുത്തോണ്ട് പാടി എന്ന് പറഞ്ഞ തിരിച്ചു പറയാം മണി ഇവിടുത്തെ ആരാ? ഇല്ലത്തെ ഉപ്പും ചോറും തിന്നണ ഒരു ജന്മം. അതുകൊണ്ട് കെട്ടിച്ചുമന്ന് കൊടുക്കുക തന്നെ. അയ്യോ, തമ്പുരാന് തൊട്ടുകൂട്ടാനുള്ള മീൻ അവിടെ പോയി. നെല്ലിന്റെ ചൂടുകൊണ്ട് ചാടി ഇറങ്ങിപ്പോയോ മത്സ്യം? ഓ ദൈവമേ, കിട്ടി. നിറപറ ചെമ്മീനച്ചാറ്. കടലിന് കിട്ടിയ അമൃത കൊമ്പല്ലേ പത്തായത്തി പൂഴ്ത്തി വെക്കാൻ. എന്താ ദുർമേധസിന്റെ ഒരു ഒച്ച. പട്ടാമ്പാള് പോലും തോറ്റുപോകും. ഭഗവാനെ, വാങ്ങിയ പടവുമ്പിലേക്ക് വെക്കാ. വരിക. ശംഖം സചക്രം സഗദം സപത്മം ശംഖം സഖഡ്ഗം സശരം സവേദം ശംഖം സചക്രം സഗദം സപത്മം ശാർഘം സഖഡ്ഗം സശരം സവേദം. കണ്ടില്ലേ, നീച ജാതിയ. ഉണ്ണികളുടെ ആരോ കഥ കഴിക്കണം ചെയ്യിച്ച മാരണ. ആരാ ഇത് ഇവിടെ കൊണ്ടുവന്നിട്ടത്? നിങ്ങൾ ആരും കണ്ടില്ലേ? ഇല്ല. ആരാ ഇത് ചെയ്തത്? ഇത് ചെമ്പ്രേന്ന് വിട്ടത് തന്നെയാ. സംശയം വേണ്ട എടുത്തി. പുലർച്ചെ ഞങ്ങളെ വിളിച്ചുണർത്തി സാധനം കുളത്തിന്റെ എവിടെ കിടക്കുന്നുള്ള സ്ഥാനം വരെ പറഞ്ഞു നടന്നു മാധവൻ. ഭഗവാൻ അവന്റെ മനസ്സിൽ തോന്നിപ്പിച്ചു എന്ന് പറയൂ. മാരണം കുളത്തിൽ വീണപ്പോഴേ അവൻ ക്ഷേത്രത്തിലിരുന്ന് അറിഞ്ഞിരിക്കണു. അതിന്റെ അർത്ഥം അല്ലേ പാറു? അത് തന്നെയാ എടുത്തി. ഇനി കുഞ്ഞുണ്ണി കുറച്ച് സൂക്ഷിക്കണം. ശത്രുക്കള് കുറച്ചൊന്നും അല്ലേ അവനുള്ളത്. 2 ദിവസത്തേക്ക് ആരെയും കുളത്തിൽ ഇറങ്ങാൻ അയക്കണ്ട. തൽക്കാലം ഇതിവിടെ ഇരുന്നാ മതി. പൗർണമി കഴിഞ്ഞിട്ട് കടലിലേക്ക് ഒഴുക്കുക. ഇനി ഉണ്ടാവും ഈ ജാതി പല മാരണങ്ങളും ഈ ഇല്ലത്ത്. ഇക്ക എടുത്ത് നടു കടലിൽ കൊണ്ട് താഴ്ത്തണം. എന്റെ 2 മക്കളെയും കാത്തോണേ എന്റെ കൃഷ്ണ. അവിഷ്ടം അവിഷ്ടം. കഷ്ടം.
എന്ത് കഷ്ടം? ഈ മഹാപാപം ഞാൻ ഏത് ഗംഗയിലെ ഒഴുക്കാന്ന് പറയായിരുന്നു. എടി, നീ അന്ന് ഗംഗയിലൊന്നും കൊണ്ടുപോയി ഒഴുക്കണ്ട. നമ്മുടെ ഈ തൂതപ്പുഴയിലൊന്നും മുങ്ങിയാ മതി. ഈ പാവത്തിന് അതൊക്കെ മതി. അല്ല, നീ ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അറിയാതെ എടുത്ത് അടിക്കുന്നു. ഇത് കാലിയല്ല. കുടിച്ചാ കാലിയാവും. താനേന്നറിയാൻ അക്ഷയപാത്രം ഒന്നല്ലല്ലോ. ഞാൻ വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം തിങ്ക് ചെയ്യാം. ഒരു ചെയിൻ വാങ്ങി നിന്റെ കഴുത്തിലിട്ടാലോ? ചെയിൻ മീൻസ് താലി. അയ്യടാ, നിന്റെ ഇപ്പോഴത്തെ സ്ഥിതിക്കും എന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്കും നീ എന്റെ വൈഫ് ആകുന്നതാണ് നല്ലത്. എന്നിട്ട് നമുക്ക് ഈ തട്ടുമ്പോൾ ഒരു ഷാപ്പാക്കാം. പട്ടായ് ഷാപ്പ്, മധുശാല. നീ ഇവിടത്തെ മധുബാല. എന്താ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? വീണു മൂക്കിട്ടും കുടിച്ചിട്ട് ഓരോരോ. എന്നിട്ട് നീ നെല്ലൂർ മന കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടിപ്പോ എന്റെ മൊബൈൽ എടുത്ത് നോക്ക്. താജ്മഹൽ, താജ്മഹൽ. താജ്മഹൽ എന്താ ഒരു ഭംഗി. എന്റെ താജ്മഹൽ ഇഷ്ടമല്ലടി മുംതാസേ. ഈ കുട്ടി ഇത് എവിടെ പോയിരിക്കണു? അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. തുളസിയേ, നീ എന്താടി ഇങ്ങനെ കണ്ണുപിടിച്ച് നോക്കണേ? എന്താടി വട്ടിയില്? ബാക്കിയിരുന്ന നെൽവിത്ത അവലടിക്കാൻ പെണ്ണുങ്ങൾ വന്ന് നിക്കണു. പെണ്ണുങ്ങളിടിക്കാൻ അവലും കതിരിപ്പഴവും കൂട്ടി കഴിച്ചിട്ട് ഇഷി കാലായി. നിക്ക, ആ ഊര് തണ്ടി വന്നൂല്ലേ? ഉണ്ണിയോട്ടിന് ഊര് തണ്ടം പോയതൊന്നുമല്ല, പഴയ ഇല്ലെന്ന് നോക്കാൻ പോയതാ. കുഞ്ഞുണ്ണെ ഊര് തണ്ടിന്ന് വിളിച്ചത് കുട്ടി അങ്ങനെ ഇഷ്ടായില്ലാന്ന് തോന്നുന്നു. കണ്ടില്ലേ മൂക്ക് കാന്താരിമുളക് പോലെ അങ്ങനെ ചുവന്നത്? എന്താ ഇവിടെ ഒരു ദുർഗന്ധം? അത് ഞാൻ നല്ല നാറ്റുണ്ടല്ലോ തുളസി. അമ്പലവാസി കൂട്ടുള്ള അടുത്ത് വരുമ്പോ ചന്ദനം മണക്കണ്ടതല്ലേ ഷാരടി? എന്താ അവിടെ ഒരു ജാതി മണം? അശ്രീകരം. ശുദ്ധവും വൃത്തിയില്ല. എടുത്തി വരിക. മാറി നിക്ക. എന്തൊക്കെയാണാവോ? കൃഷ്ണ കൃഷ്ണ. എനിക്ക് മനസ്സിലാവുണ്ട് കുട്ടിയുടെ മനസ്സിന്റെ സങ്കടം. കുട്ടിയുടെ വേർപ്പിന് നല്ല മീനച്ചാറിന്റെ മണ. അത് ആസ്വദിക്കാനുള്ള മനസ്സ് ഇവിടെ ആർക്കും ഇല്ലല്ലോ. എനിക്കിഷ്ടാ മത്സ്യഗന്ധിയുടെ ഗന്ധം. മത്സ്യഗന്ധി തട്ട് കെട്ടില്ലമ്മ. ഇവിടുന്ന് തെക്കോട്ട് 3.5 കിലോമീറ്റർ നടന്നാലേ ഒരു ENT ആസ്പത്രി ഉണ്ട്. അവിടെ ചെന്നാലേ പെൺകുട്ടികളെ കാണുമ്പോ ഈ മൂക്ക് വിടരുന്ന സൂക്കടും മാറ്റിത്തരും. വേണ്ട വേണ്ട, എന്റെ മൂക്ക് പിടിക്കാൻ ഞാൻ ആരും സമ്മതിക്കില്ല. എടി കള്ളി, കുഞ്ഞുണ്ണി നിന്നെ എടുത്തോളും. ഓ, നമ്മൾ എന്താ ചെയ്യാ എന്റെ പാർവതിയെ? ചെയ്യരുതെന്ന് പറയണതേ അവൻ ചെയ്യൂ. അതിലാ ഹരം എന്റെ ചട്ടമ്പിക്ക്. ആരെയും പേടിയില്ലല്ലോ, സ്വന്തം ഏട്ടനെ പോലും. അവൻ ഉറങ്ങിക്കോട്ടെ പതുക്കെ. ഞാൻ ചെമ്പറെ പോയ എന്താ കുഴപ്പം? അമ്പട കള്ള, നീ ഉറങ്ങിയിട്ടില്ല, ഉറക്കം തനിച്ച് കിടക്കല്ലേ? ചോദിച്ചതിന് ഉത്തരം പറ. ഞാൻ ചെമ്പറെ പോയ എന്താ കുഴപ്പം? നമ്മുടെ കാർന്നോന്മാരുടെ കാലം മുതലേ നമുക്ക് ആ ഗ്രാമമായിട്ട് ഒരു ബന്ധവും ഇല്ല. അതാ നിയമം. ആരുണ്ടാക്കിയ നിയമം? നമ്മുടെ പഴയ കാരണവന്മാരായിട്ട് തന്നെ. പോകരുതെന്ന് വിലക്കുമ്പോ എന്റെ യുക്തിക്ക് നിരക്കുന്ന ഒരു കെട്ടുകഥയെങ്കിലും പറയണം. സാധിക്കോ? അമ്മയ്ക്കോ ചിറ്റശിക്കോ ആർക്കെങ്കിലും? എന്നോട് തർക്കിക്കാൻ ഞാൻ ആളല്ലേ. വിശക്കനുണ്ടെങ്കിൽ എഴുന്നേറ്റ് വന്നോളൂ. എന്റെ മാധവാ, അതിനും ഏട്ടനെ തന്നെ വിളിച്ചാ മതി, എന്നെ വിളിക്കണ്ട. ഞാനല്ലേ അടുത്ത് നിൽക്കുന്നത്. മത്സ്യഗന്ധി നാറും. മീൻ വിളമ്പിയ നാറും. അതെങ്ങനെയാ? ഒടുക്കത്തെ ഒരു കള്ളുകൂടിയല്ലേ? ആദ്യ പിടിച്ച് ഞാൻ ചാവേയുള്ളൂ. ഈശ്വര. തുളസി, വിന വിതച്ചാൽ വിനയേ കൊയ്യൂ തുളസി. തിന്ന ചോറിന് നന്ദി കാട്ടാൻ വാലാട്ടി നടക്കല്ലേ നീയെ? ആ നേരം 10 തുളസിമാല തൃത്താലപ്പിന് കെട്ടിക്കൊടുത്താൽ ഈ ജന്മം ആ പുണ്യമെങ്കിലും കിട്ടും നിനക്ക്. അങ്ങനെ ഇനി എന്നെ കള്ളിന് കാവലിരുത്തണ്ട. കൊണ്ടുവാ കള്ളു ഉപ്പി അച്ചാറൊക്കെ. നെല്ലി പൂർത്തി വെച്ച് പഴുപ്പിക്കാൻ. ഇതിവിടെ വെച്ചത് ആരാ? നാശം. 2 ദിവസത്തേക്ക് ആരെയും കുളത്തിൽ ഇറങ്ങാൻ അയക്കണ്ട. തൽക്കാലം ഇവിടെ ഇരുന്നാ മതി.
പൗർണമി കഴിഞ്ഞിട്ട് കടലിലേക്ക് വെക്കുക. ആരും കണ്ണു തുറക്കരുത്. എന്ത് ശബ്ദം കേട്ടാലും ജപം നിർത്തരുത്. ചോര കണ്ടാൽ ഞെട്ടരുത്. ധീരരായ എന്റെ ശിഷ്യന്മാർ പോലും ഭയന്നിരിക്കുന്നു. ഇനി മതിയാക്ക നിന്റെ വായ്പാട്ട്. ആയുധപ്രയോഗം ബ്രാഹ്മണനെ വിധിച്ചിട്ടുള്ളതല്ല. എങ്കിലും ഞാനത് ചെയ്യും. അറുത്തെടുക്കും നിന്റെ നാവ് ഞാൻ. നീ മുടിയഴിച്ചിട്ട് കൂളിയെപ്പോലെ കൂവി ആരെയും നീ പരിഹസിക്കില്ല. ഓം വിശ്വകർമ്മണ്യേ നമഃ. ഇനി നിന്റെ നാവ് ചലിക്കില്ല. ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. രാത്രിയായി കഴിഞ്ഞാൽ യക്ഷികളുടെ ഫാഷൻ ഷോ കണ്ടു കണ്ടു മടുത്തു. ദാഹിക്കുമ്പോ ഷാർജ ഷേക്ക് കുടിക്കുന്ന പോലല്ലേ രക്തം കുടിക്കുന്ന ചരക്കകത്ത് കൂടിയിരിക്കുന്നത്. ഇനി ഞാനിവിടെ നിന്നാൽ എന്റെ ജീവിതം വവ്വാല് ചപ്പിയ മാങ്ങ. അവിടെ നിൽക്ക. തിരിഞ്ഞു നോക്കില്ല ഞാൻ. ഇതുവരെ ചെയ്ത പണിയുടെ കൂലി ഈ ഓട്ട് കിണ്ടി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. മുതലായിട്ടല്ല. കൂലി തന്നില്ലെങ്കിൽ തച്ചന്റെ ശാപം നിങ്ങളുടെ തലയിരിക്കും. എന്നാൽ വരട്ടെ. നീ പോവില്ല രൗത്തമ. ഗുരുവിന്റെ സമ്മതമില്ലാതെ നീ മനയുടെ അതിർത്തി കടക്കില്ല. കടന്നാൽ നിന്റെ രണ്ട് കാലും തളർവാദം വന്ന് ശോഷിച്ച് ഈർക്കിൽ പോലാകും. ശിഷ്ടകാലം ഭൂമിയിൽ പാമ്പിനെ പോലെ ഇഴഞ്ഞു നടക്കും. നീ ഓർത്തു നിൽക്കുക. അതിനോട് ആരാ പോന്നെ? അളയാ നിൽക്ക. ഞാൻ നിനക്ക് ഗുരു കൊണ്ട് പോകൂടാ. എന്റെ മുത്തച്ഛൻ കോപ്പൻ. അയാള് പണിത വീടാത്രേ. അന്നേ രണ്ട് ഉത്തരവും ഇതിന്നൊരു തൂണും അടിച്ചു മാറ്റിയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ കിടന്ന് ഈ യക്ഷിപ്പറമ്പ് തൂക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇപ്പൊ ഈട്ടിക്കും തേക്കനൊക്കെ എന്താ വില? എന്തോ കിലുങ്ങുന്നുണ്ട്. ഇങ്ങനെ നിൽക്കുന്നോണ്ടായിരിക്കും. ഇരിക്ക. യമനെ കൊന്നിയാമ്പ കൊമ്മിട്ടിരിക്കുന്ന പാർട്ടിയായ യക്ഷിപ്പറമ്പെന്ന് പറഞ്ഞത് പിടിച്ചില്ലായിരിക്കും. സാവിത്രി അമ്മേ, എന്നെ കൊല്ലരുത്. ഞാൻ സാവിത്രിയല്ല, തുളസിയാ. അതിനിടയ്ക്ക് പേരും മാറ്റിയോ? മാധവേട്ടനില്ലേ? അടുത്തു വരരുത്. അടുത്തു വന്നാൽ പേടിച്ച് മൂത്രമൊഴിച്ച് കളയും ഞാൻ. മാധവേട്ടൻ എവിടെ? മാധവേട്ടൻ എവിടെ? മാധവേട്ടനോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. തലയ്ക്ക് വെളിവില്ലാത്ത 3-4 നമ്പൂരി ചെക്കന്മാരെ പിടിച്ച് അടുപ്പിന് ചുറ്റും ഇരുത്തിയിട്ട് സ്വാഹ സ്വാഹ എന്ന് പറഞ്ഞ് കുറച്ച് എണ്ണയും കോരി ഒഴിച്ചാൽ ഒരു യക്ഷിയും തിളക്കാൻ പറ്റില്ല. യക്ഷിയെ തിളക്കണമെങ്കിൽ ഏഷ്യാനെറ്റിലെ കടമറ്റത്ത് കത്തനാർ തന്നെ വരണം. അത് നിനക്ക് എങ്ങനെ അറിയാം? ഞാൻ കത്തനാർ സീരിയലിൽ കണ്ടിട്ടുണ്ട്. അതിലാണെങ്കിൽ ഒരു കൊച്ചു കിണറ്റിൽ വീണ് ചത്തപ്പോ കത്തനാർ ഇങ്ങനെ വടിയെടുത്ത് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചോളൂ. ആ കൊച്ചു ജീവനോടെ കയറി വന്നു. അത് ഏണിയില്ലാതെ. നിർത്ത. തുളസി, തുളസിയെ കൊണ്ടാക്കാൻ ആരും വന്നില്ല? വരിക. ഇവിടെ യക്ഷിയുടെ മറവിൽ സ്ത്രീകൾ വരുന്നു, ജപങ്ങൾ മുറയ്ക്ക് നടക്കുന്നു. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. എനിക്ക് കിടന്നാൽ ഉറക്കം. എന്താ ദേവിടെയുണ്ട്? ഒന്നും എടുത്തു ചാടി അങ്ങോട്ട് ചെയ്യണ്ട. ക്ഷോഭിക്കേണ്ട നേരമല്ലിത്.
നെല്ലൂർ മണ്ണ് ഉണ്ണി നമ്പൂരിക്ക് വേണ്ട ജയ. ആ മോഹം മനസ്സിൽ ഞങ്ങളുടെ മുറിക്ക. അച്ഛാ, രാജീവൻ വല്ലാതെ അങ്ങ് മോഹിച്ചുപോയി. എന്റെ മോളെയോ ചെമ്പ്രയിലെ മണ്ണോ? അല്ലാതിപ്പോ ചെമ്പ്രയിലെ പെണ്ണും ചെമ്പ്രയിലെ മണ്ണും രാജീവിന് വേണം, അല്ല രാജീവ? ഗൗരി എവിടെ? ഗിരീഷൻ എവിടെ? ഞാൻ പറയുന്ന അവർക്ക് മനസ്സിലാവൂ. ഗിരീഷ, ഗിരീഷ! എടത്തി, ഹായ്, ആരാ ഇത്? പട്ടാഴിയില്ലത്തെ ആത്തയമ്മയോ? ഇവിടെ നിന്റെ ഏതടത്തി ഇരിക്കണത്? പടിയിറങ്ങിപ്പോയ മൂശട്ടെ. അച്ഛാ, ജയേട്ടാ, ഇങ്ങോട്ടൊന്ന് വേഗം വരിക. അനിയത്തി. ആഹാ, എന്താണ് നിനക്ക് ഇവിടെ കാര്യം? എടി എന്താണ്? അച്ഛന്റെ ആംഗളമാരുടെ ഒക്കെ മുഖത്ത് ചവിട്ടി തേച്ച് ഇറങ്ങിപ്പോയല്ലേ നീ? മറന്നിട്ടില്ലൊന്നും. നേർന്നെറിയും കെട്ടവളെ. കണ്ടില്ലേ അച്ഛാ? ഇറക്കി ഇവിടെ പിഴച്ചവളെ. എന്താണാവോ വരവിന്റെ ഉദ്ദേശം? ഗുപ്തനും മക്കളും ചത്തു നശിച്ചോന്ന് കണ്ടുറപ്പിക്കാനാ? അപ്പൊ ഉറപ്പാണ് അച്ഛന് എല്ലാം നശിക്കൂന്ന്. അവന്റെ അച്ചിപ്പണി ചെയ്ത് നടക്കുന്ന നീ ഞങ്ങളെ ശപിക്കുന്നോടി. അച്ഛാ, ഈശ്വരനെ കരുതി, എന്നെ കരുതിയിട്ടല്ല, അച്ഛന്റെ ഏട്ടന്മാരുടെ നന്മയ്ക്ക് വേണ്ടിട്ട് പറയാ. മുഖവുര വേണ്ട. മാധവേട്ടനോട് ശണ്ടയ്ക്ക് നിൽക്കരുത്, എന്റെ ഒരു അപേക്ഷയാണ്. കേട്ടില്ലേ? ഇവള് പറഞ്ഞെന്റെ പൊരുളച്ഛന് മനസ്സിലായില്ലേ? നമ്മുടെ ചോരയ്ക്ക് വേണ്ടി ഇവള് ദാഹിക്കുന്നു. ലക്ഷണം കൊള്ളാം. ആദ്യം യുദ്ധം ചെയ്യാൻ കടവ് കടന്ന് വേളിക്കാരൻ വരുന്നു, പിന്നാലെ സമാധാന ദൂതുമായി സഹധർമ്മിണിയെ പറഞ്ഞയക്കുന്നു. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? മക്കളെ, പട്ടാഴിക്ക് ഭയം ബാധിച്ചിരിക്കണോ? മടങ്ങിക്കോളാ, ഇല്ലെങ്കിൽ നിന്റെ ശവം കൊണ്ട് അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയും. അച്ഛൻ പറഞ്ഞ കേട്ടില്ലേ? ഇറങ്ങി പൊടി മൂദേവി. കംസജന്മം എത്ര അനുഭവിച്ചിട്ടും മതിയായിട്ടില്ല അല്ലേ? അതേടി, ഞാൻ കംസൻ തന്നെയാ. ഈ അടിവയറ്റിലൊരു കൃഷ്ണുണ്ണി വളരുന്നുണ്ടെങ്കിലേ വലുതാമ ഇങ്ങോട്ട് പറഞ്ഞു വിട്. ഈ ജയൻ ഇവിടെ തന്നെ ഉണ്ടാവും, ബാക്കി അവനോട്. അത്രയും ആയുസ് നിനക്കില്ല ജയ. തൊടില്ല നീ. വഴിതെറ്റിയിട്ടായാൽ പോലും ജീവിതത്തിൽ ഒരിക്കലും ഇനി ഈ മുറ്റത്ത് കാലുകുത്തരുത്. മനസ്സിലായോ? അനന്താ, ഇത്രയും വണ്ടിയിലേക്ക് കൂട്ടിക്കോ. ഏതൊരു പെണ്ണിനും സ്വന്തം വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കുമ്പോ ഒരു വിശ്വാസമുണ്ട്. എത്ര വെറുത്താലും അവമാനിച്ച് ആട്ടിയിറക്കി വിടില്ല. നിങ്ങളത് തകർത്തു. വെറി പിടിച്ച നിങ്ങളുടെ മനസ്സ് പിതൃസ്ഥാനത്തിന്റെ മഹത്വം മറന്നുപോയിരിക്കുന്നു. സൂക്ഷിച്ചോ ചിത്രഗുപ്ത, നിങ്ങളുടെ കൈവെള്ളയിൽ 1000 രേഖ. സാവിത്രി, ഇവന്റെ നെഞ്ചു വലിച്ചു കീറി ചങ്കെടുത്ത് എന്റെ മുന്നിൽ വെച്ചു തരൂ, എങ്കിലേ എനിക്ക് തൃപ്തിയാവൂ. പെറ്റ തള്ളയെ വിളിച്ച് നെഞ്ചിലിടിച്ച് ഓരിയിടാൻ ഇനിയും അവസരമുണ്ടാവും. അപ്പ മതി മുക്ര. ഓ, ഇതാണല്ലേ ആ മാതാമഹൻ, കാരണവരുടെ വാടക കൊലയാളി. ഒളിസേവയ്ക്കിറങ്ങുന്ന ഈ ദുർദേവതയെ കണ്ടാൽ 2 വലിച്ചു കീറും മാധവൻ. ഓർത്തോ? മണിയങ്കോട്ടെ കാരണവരും മക്കളും നെല്ലൂർ മനയുടെ കുറെ കരഭൂമി വെട്ടിപ്പിടിച്ച് അനുഭവിക്കുന്നുണ്ട്. അടിച്ചിറക്കണ ആസത്തുകൾ അവിടെ നിന്ന്. പടിയിറക്കി നാട് കടത്തുന്ന ജോലി നാളെ തന്നെ അങ്ങോട്ട് തുടങ്ങിയാലോ? നല്ലത്. അതി അത് നാളെ തന്നെ തീർപ്പാക്കണം. വരിക. എന്താ കണ്ണ് കലങ്ങിയിരിക്കുന്നത്? ഒന്നുമില്ല, എന്തോ ചെറിയ കരട് കണ്ണിലെ പാറ് വീണു, അത്രേ ഉള്ളൂ. എനിക്കറിയാം, തന്റെ കണ്ണിലെ കരട് ഞാനാണിപ്പോ. അയ്യോ, എന്താ ഇങ്ങനെയൊക്കെ പറയണേ? ശത്രു തന്നെയാണ് മാധവൻ. ശത്രുവായാലും മിത്രമായാലും
ആക്രമിച്ചു കീഴടക്കുന്നത് എന്റെ സ്വഭാവമാണ്. അച്ഛന്റെയും ആങ്ങളമാരുടെയും ജീവന് വേണ്ടി മിത്ര എന്നോട് യാചിക്കരുത്. വിട്ടുതരില്ല ഒന്നിനെയും ഞാൻ. ആരാ ഓഫാക്കിയ? ആ സാമിയ എന്നിട്ടാ ഓഫാക്കിയ? അക്ഷരമറിയാവുന്നവനല്ലേ ഈ കോർട്ട് ഓർഡർ ഒന്ന് വായിച്ചു കൊടുക്ക്. എന്താ ഇത്? നിന്നെയൊക്കെ ഇവിടുന്ന് വലിച്ചിറക്കാനുള്ള കോർട്ട് ഓർഡറാ. ഊട്ടി പൊക്കണം. സ്വയം ഇറങ്ങണോ അതോ കഴുത്തിന് കുത്തി ഇറക്കി വിടണോ? എടാ വാസു, യവന്മാരടുത്ത് ചീന്തി ചിന്തേടാ. എന്താടാ ഇത്? നേരെ വായിച്ചു നോക്ക്. പിഴറിയടാ സ്വാമിമാരുടെ കൈയും കാലും. ഒരൊറ്റ വെട്ടിന് ആവിയും അനക്കവും ഇല്ലാതെ തെക്കോട്ട് നോക്കി കിടക്കണേ. ഇന്ന് മുതൽ തുളസിയുടെ മുതലിൽ നിന്നൊരു പഴുക്കിനെ പോലെ നീ എടുക്കരുത്. എടുത്താൽ എല്ലാം നശിച്ചു, നശിപ്പിച്ചു. എന്നിട്ട് മോങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നു ശുംഭന്മാര്. അമേത്തെ കഴിക്കുന്ന കഴുതകൾക്കുണ്ടാവും ഇതിലും നല്ല ഉശിര്. എന്തിനാണ് ശംഭോ എനിക്കിങ്ങനെ 3 ആമക്കള്? അച്ഛാ, എന്താ? രാജീവൻ വിളിച്ചിരുന്നു. അപ്പൊ അവരും അറിഞ്ഞു മണിയങ്കോട്ടിന്റെ അടിത്തറ അളകിയിരിക്കുന്നെന്ന്. സ്വത്തില്ലാത്ത മണിയങ്കോട്ട് നിന്നും അവന് പെണ്ണു വേണ്ടാത്രേ. എന്റെ സാവിത്രി, എപ്പോഴൊക്കെ നിന്റെ കണ്ണു നിറഞ്ഞ് കണ്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ ഈ ഗിരീശൻ മനസ്സ് കല്ലാക്കിയിട്ടുണ്ട്. കൊന്നവന്റെ ശവം മരിച്ചവന്റെ മുറ്റത്ത് ദഹിക്കണം. മണിയങ്കോട്ടെ പഴയ ആചാരങ്ങൾ തെറ്റിക്കണ്ട. അതിന് കരളുറപ്പുള്ള ആരെങ്കിലും ഉണ്ടോടാ ഇവിടെ? അച്ഛൻ പുലർച്ചെ പുഴക്കരെ കാത്തു നിന്നോ? കണി കാണാം മാധവന്റെ ചേട്ടം. വാടാ ഗിരീശ. വാസു, ചെമ്പ്രയിൽ ഇത്തിരി ചോര വീണിട്ട് എത്ര കാലായി. ശുഭമസ്തു. കല്യാണകാരണിയായി സദസായി കല്യാഭിലാഷ സംദായിനിയായി സിദ്ധിയായി മൂലപ്രകൃതിയായി വർത്തിക്കും. സിസ്റ്റേഴ്സ്, ഈ അടുപ്പിൽ പാലുകാച്ചൻ തീരുമാനിച്ചോ? നന്നായി. ഞാൻ ഫയർ എഞ്ചിൻ വിളിച്ചിട്ട് വരാം. ആദികേശവ, ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. ഉയിര് കിടന്നാൽ നിനക്ക് വായിച്ചെങ്കിലും ജീവിക്കാം. തുളസി, അന്നപതിയായ അഗ്നിയെയും മഹാലക്ഷ്മിയെയും മനസ്സിൽ ധ്യാനിച്ച് നെല്ലൂർ മനയിലെ അഗ്നിശാലയെ ഞാൻ വീണ്ടും ഉണർത്താൻ പോകുന്നു. അത് നിന്റെ കൈകൊണ്ട് തന്നെ വേണം. പേടിയുണ്ടോ? കുട്ടേട്ടാ, വേണ്ട. ഈ അടുപ്പിൽ നിന്നല്ലേ തീ പിടിച്ചിന്റെ അച്ഛൻ. നിന്റെ അച്ഛനെ കൊന്ന സാവിത്രിയുടെ പട്ടടയ്ക്കാണ് നീ തീ കൊളുത്താൻ പോകുന്നത്. പറഞ്ഞതനുസരിക്ക്. ഏതു തച്ചനും വർജിക്കേണ്ട വായു കോണിലാണ് ഈ വീടിന്റെ അടുക്കള. അനന്ത, ആഞ്ഞു വീശുന്ന കിഴക്കൻ കാറ്റിന്റെ ഗതി തടയി. എവിടെ കാട്ടുതീ പോലെ ആളിപ്പടരുന്ന സാവിത്രിയുടെ പ്രതികാരാഗ്നി? എവിടെ ഹരിനാരായണനെ കൊന്ന ശവദാഹികളായ തീനാമ്പുകൾ?
സാവിത്രി. സ്വയരക്ഷയ്ക്കായി എന്തും ചെയ്യാൻ മടിക്കില്ല. അച്ഛനോ മക്കളോ അതോ കീഴടങ്ങാൻ മടിക്കുന്ന ഈ ദുഷ്ടരാക്ഷസി? ആരായാലും ഈ പിത്തലാട്ടങ്ങൾ കണ്ട് ഭയപ്പെടുന്നവനല്ല മാധവൻ. അതെ, എല്ലാരും വരിക. അടുപ്പിൽ പാല് തളിച്ചു തൂവി. പൂർവികരുടെ കാലത്ത് നടക്കാതെ പോയ ഗൃഹപ്രവേശം ഇപ്പോഴാണ് നടന്നത്. ഇപ്പൊ ഇതൊരു വീടായി. അതെ, ഇതൊരു ലക്ഷണമൊത്ത മനുഷ്യാലയമാകാൻ പോകും. നിനക്ക് ഞാൻ തന്ന വാക്ക് പാലിക്കാൻ കുട്ടേട്ടൻ ഒരു അല്പദൂരം കൂടെ സഞ്ചരിച്ചാൽ മതി. പ്രാർത്ഥിക്കുന്നേ, സാവിത്രിയുടെ അന്ത്യം കാണാൻ കാത്തിരിക്കുന്ന നിന്റെ പൂർവികരുടെ ആശീർവാദത്തിനായി. എനിക്കും അറിയില്ല എന്താ പറ്റി. ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു ഓടിയതാ. വലയെ കുരുങ്ങി. 8 കാലയുടെ അല്ല, ഇതേതോ 10-28 കാലയുടെ ആണെന്ന് തോന്നുന്നു. നമസ്കാരം. എന്നെ മനസ്സിലാവുന്നില്ലേ? ഭാഗ്യം, യക്ഷിക്കും മനസ്സിലാകാതിരുന്ന മതിയായിരുന്നു. ഇനി ഈ വല മാറ്റണ്ട. ഇനി ഒരിടം കൂടിയേ ബാക്കിയുള്ളൂ. ആ കൊലയാളി വാവലുകൾ പാറിപ്പറക്കുന്ന ആ മുറി. ആ ക്ഷേത്രത്തിൽ ഭുവനേശ്വരിക്ക് മാത്രമല്ല പ്രതിഷ്ഠ. പാലച്ചൂട്ടിൽ താത്രിക്കുമുണ്ട്. അവിടെ വിളക്ക് വെച്ച് തൊഴുതു നിൽക്കുന്നു മറ്റൊരു യക്ഷി. ആരാ? നിന്റെ അടുത്തി തുളസിയുടെ അകത്തുണ്ട്. അവള് മച്ചില് വിളക്ക് വെക്കാൻ ഒരുങ്ങാ. എന്ത് വിട്ടിത്താ നീ കാണിച്ചത്? അവളെ ഒറ്റയ്ക്ക് മച്ചിലേക്ക് അയച്ചിട്ട് നീ ഇവിടെ വന്ന് നിൽക്ക. യക്ഷി പിടിച്ച് എല്ലാം കൂടെ ചെന്ന് കയറിക്കൊടു. ഇന്ന് ഒരുമിച്ച് കൊലകുളി അടിയന്തരം കൊണ്ടാടാം. ഇത് ഞാൻ തന്നെ അളിയാ, മണിയങ്കോട്ട് ജയൻ. എന്നെയാണ് നിനക്ക് വേണ്ടതെങ്കിൽ ആ സാധുവിനെ വെറുതെ വിട്. മണിയങ്കോട്ട് ജയ. അതെടാ, ആദ്യ ഉഗ്രമൂർത്തിയായ നിന്നെ എനിക്ക് വേണ്ടത്. അത് കഴിഞ്ഞു മതി ഈ പുതിയ നെല്ലൂരമ്മേ. ചാകുന്നതുവരെ നിന്നെ ഞാൻ കൊല്ലും. ഞാനൊന്ന് പറയട്ടെ. ആണായിട്ട് പറയടാ. എന്റെ കുഞ്ഞുണ്ണിയെ ഈ നീർക്കുഴിയിലിട്ട് കൊന്നത് നീയല്ലേ? ജന്മം പിഴച്ച ദുഷ്ടനും മന്ത്രമില്ലാത്ത ദുർദേവതയും നശിക്കും ഭൂമിയിൽ.
നശിക്കണം. നീചൻ നീതിയുടെ ശാസനകൾ അനുസരിച്ചേ പറ്റൂ. നിശ്ചയിക്കപ്പെട്ട മരണമാണ് നിന്റേത്. കൊണ്ടുപോയിക്കോളൂ. കൊണ്ടുപോയി തിന്ന സാവിത്രി നിന്റെ മകനെ. നീ പോ മാധവ. നിന്റെ ശവവും കാത്ത് എന്റെ അച്ഛൻ ചെമ്പ്രപ്പുഴക്കരയിൽ കാത്തു നിൽപ്പുണ്ട്. ഓ മുങ്ങിച്ചാവ്. കുട്ടേട്ടനോ? അവിടെ കാണും. അല്ലല്ല, അവിടെ 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 അവിടെ. ഹേയ്, വടക്കിനി കാണും, വടക്കിനി. അല്ല, തെക്കിനി തെക്കിനി തെക്കിനി. ഈ ഭൂഗോളം മുഴുവൻ പോയി തരേ. നെല്ലൂർ മനക്കലെ ഇല്ലത്തമ്മേ, തൃശൂലമേന്ത്യ നിന്റെ കുട്ടേട്ടൻ മരിക്കാതിരിക്കണമായിരുന്നെങ്കിൽ അവൻ എന്റെ മുന്നിൽ വരാതിരിക്കണമായിരുന്നു. നാളെ രാവിലെ പുഴയിലിറങ്ങി തപ്പിയാ മതി. അപ്പോഴേ പൊങ്ങൂ ചത്ത ചണ്ടികൾ. അതി, എന്ത് സംഭവിച്ചാലും വീടിന് പുറത്തേക്ക് ഇറങ്ങരുത്. ശരി, വരിക. കുട്ടേട്ടാ, 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 കുട്ടേട്ടാ. കൊച്ചമ്പറാൻ അംഗം ജയിച്ച് ഇപ്പം എത്തും തിരുമേനി. എന്നിട്ട് എവിടെയോ വിജയജ്യോതി? കൈവിളിക്കാതെ കാര്യം നടന്നാ അച്ഛനെ അറിയിക്കാൻ അക്കരെ നിന്ന് ടോർച്ച് തെളിയിക്കാന്ന് പറഞ്ഞാണല്ലോ ഗിരീശൻ. ഇക്കണ്ട നേരമായിട്ട് തെളിഞ്ഞില്ലേ ആ ജ്യോതി? അത് ഇപ്പൊ തെളിയും. കണ്ടോളൂ. വട്ടാഴി തിരുമേനിയല്ലേ അത്? ആദ്യമായിട്ടാ നെല്ലൂർ കുളത്തിൽ വീണ ഒരാൾ ജീവനോടെ. തമ്പ്രാനെ, അയ്യോ കൊച്ചമ്പ്രാൻ. തമ്പ്രാനെ എടുത്തോ മോനെ. ജയ, ജയ, ജയ. വിളിക്കണ്ട, വിളി കേൾക്കില്ല. മഹാഭാവി, എന്റെ മോനെ നീ എന്ത് ചെയ്തു? എന്റെ കുഞ്ഞുണ്ണിയെ കഴുത്തറുത്ത് കൊന്നതുപോലെ ഈ ദുഷ്ടനെയും കുളത്തിലിട്ട് കഴുത്തറുത്ത് കൊന്നു മണിയൻകൂട്ട് സാവിത്രി. അങ്ങനെ വിശ്വസിക്കും. അതാണ് ശരി. നീയാണ് കൊന്നത്. ആ കുറ്റം ഞാൻ ഏൽക്കണമെങ്കിൽ എന്റെ കുഞ്ഞുണ്ണിയെ കൊന്നത് ആരാണെന്ന് കാരണം അവര് പറയണം. സാവിത്രി, ചെമ്പ്രയിലെ ആ പഴങ്കഥ ഞാനായിട്ട് തിരുത്തുന്നില്ല. പക വീട്ടിയല്ലേ? പക വീട്ടാനുള്ളതാണ് മൂപ്പരെ. ഉച്ചയിൽ ഉപ്പോളം ബുദ്ധിയുണ്ടെങ്കിൽ ഒഴിഞ്ഞു പോകുന്നതാണ് നല്ലത്. എന്റെ ജീവനിൽ ഇടപെടരുത്. ഇതുകൊണ്ടൊന്നും തീരില്ല. കാരണവരെ, എന്റെ കുഞ്ഞുണ്ണിയെ കൊന്നതിന്റെ കണക്ക് ഞാൻ ചോദിക്കാൻ പോകുന്നതേ ഉള്ളൂ.
ഒളിയുദ്ധത്തിന് വന്നവരിൽ ഒരാൾ കൂടെ നാളെ പൊങ്ങും. ചൂണ്ടക്കാരൻ വാസു. അപ്പൊ വിഷാരിയോ? ഇന്നലെ രാത്രി താനോട് ഉണ്ടായിരുന്നു. സർ, എന്തൊക്കെയാടോ തന്റെ ലിമിറ്റിൽ നടക്കുന്നത്? സർ, മണിയൻകുട്ടേര് പറയും പോലെ ഇത് പണ്ടേ ഇടിച്ച് നാമാവശേഷം കണ്ട കാലം കഴിഞ്ഞു. പക്ഷെ സമ്മതിക്കത്തില്ല. എവിടോ തന്റെ വാസ്തുശില്പി? അകത്തുണ്ട്. സാറേ, ഇവനൊരു മുഷ്കന. ഞാൻ നേരത്തെ ചോദിച്ചപ്പോ ഭജനയിലോ ഭണ്ഡാരത്തിൽ ഇരിക്കുകയാണെന്ന ഈ കയ്യാളം പറഞ്ഞത്. ആദ്യം സാക്ഷി വിസ്താരം, പിന്നെ മതിയോടോ ഗുരുമുഖ ദർശനം. വാ അഗസ്റ്റിൻ, ഈ പട്ടേരി പയ്യനെ കൊണ്ടുപോ. സ്വാമി വാ. കരയണ്ട. ഇന്നലെ എന്താ ഇവിടെ സംഭവിച്ച കുട്ടിയെ? സത്യത്തിൽ ആർക്കാ കൈപ്പഴ പറ്റിയത്? രണ്ടാം സാക്ഷി മിത്ര കൊച്ചമ്മ എവിടെ? വെളുക്കുമ്പോ തന്നെ കുട്ടിയുടെ മിത്രടുത്തി വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അനിയന്റെ കണ്ണിലുണ്ണിയെ ഞങ്ങൾക്ക് വിട്ടുതന്ന് വീട്ടുകാരിയെ സേഫാക്കി വിട്ടുവെന്ന് നാട്ടുകാരിനി പറയും. അരുതാത്തൊന്നും പറയരുതേ. ഏട്ടത്തിക്ക് വിഷമം കൂടിയിട്ടാ പോയത്. മുതുകിൽ മാത്രമല്ല, തലയ്ക്കും കുത്തിയിട്ടുണ്ട്, വലതു ചെവിയുടെ ഭാഗത്ത്. പിന്നിന്ന് മാത്രമല്ല കുത്തി വീഴ്ത്തിയത് അല്ലേ? അഗസ്റ്റിൻ, ബോഡി പുറത്തേക്ക് എടുത്തോളൂ. സർ. കാര്യങ്ങൾക്കൊക്കെ ക്ലാരിറ്റി ആവുന്നതുവരെ സംഗതികളൊന്നും സിമ്പിളായി എടുക്കണ്ട. യെസ് സർ. അരുത്. ആ മുറി നിറയെ വവ്വാലുകളും നരിച്ചീരുകളുമാണ്. അതാരും തുറക്കാറില്ല. അനന്ത, SP തടയണ്ട. മിസ്റ്റർ SP, നെല്ലൂർ മനയിൽ ഒരു ശവം കൂടെ വീണ് കിടപ്പുണ്ട്. ശവമോ? ആരുടെ? ഇന്നലെ രാത്രി എന്നെ കൊല്ലാൻ വന്നവരുടെ കൂട്ടത്തിൽ ഒരുത്തൻ വഴിതെറ്റി കയറിയത് ആ മുറിയിലേക്കാണ്. തുറന്നു നോയിക്കോളൂ. അസ്ഥിവഞ്ചനമെങ്കിലും കാണും. അഗസ്റ്റിൻ, ജീവിക്കാൻ അർഹതയില്ലാത്തവരെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ല. നീചന്മാരുടെ മരണത്തിൽ സജ്ജനങ്ങൾ ദുഃഖിക്കാറില്ല. നിൽക്കണം. പട്ടാഴി തമ്പുരാനെ കണ്ട് കൈ തന്ന് സലാം പറഞ്ഞ് തിരിച്ചു പോകാനല്ല ഞാൻ വന്നത്. ഈ മരണത്തിലൊക്കെ നിങ്ങളുടെ കൈയില്ലേ? എനിക്ക് നിങ്ങളെ സംശയമുണ്ട്. സംശയിക്കണം സാർ. എല്ലാ സത്യാന്വേഷണങ്ങളുടെയും തുടക്കം സംശയത്തിൽ നിന്നാണ്. സംശയമല്ല, സത്യമാണ്. പ്രതികാരം ചെയ്യാൻ പട്ടാഴി മാധവൻ തുനിഞ്ഞിറങ്ങിയാൽ ആർക്കും തടുക്കാനാവില്ലെന്നറിയാം. ഇനി എത്ര ശവം കൂടി വീഴാനുണ്ട് ചമ്പ്രയിൽ? മീരാൻ സാഹിബ് വരണം. തുളസി, ഊണിന് ഏമാനുണ്ടാവും. ഇല്ല തമ്പുരാൻകുട്ടി, അത് പറ്റില്ല. ഇന്ന് SP ക്യാമ്പ് ഇവിടെ. ഇല്ലത്തെ ചോറ് ഞാൻ ഒരുപാട് ഉണ്ടിട്ടുള്ളതാ. പരിചയമില്ലാത്തതോട് മുമ്പിൽ വെച്ച് ഞാൻ തമ്പുരാൻകുട്ടിയോട് പരിചയക്കേട് കാണിച്ചു, പോലീസ് കളിച്ചു. തമ്പുരാൻകുട്ടി ക്ഷമിക്ക. ഇതിലൊന്നും ഒരു കാര്യമില്ല. സീസറിനുള്ളത് സീസറിന്, കാഫറിനുള്ളത് കാഫറിന്. കുപ്പായമിട്ടാൽ എല്ലാ മുഖവും ഒരുപോലെ കാണണം, അതാണ് ശരി. ആ കുട്ടിയോട് എന്ത് തരക്കാരെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഏത് തരക്കാരനാണോ ആ തരക്കാരായി വളരാനാണ് ഞാൻ അവരെ പഠിപ്പിച്ചത്. പിന്നെ SP എന്താ അറിയേണ്ടത്? സത്യം, കറ പുരളാത്ത സത്യം. പറഞ്ഞുതരാം, എല്ലാം വിശദമായി പറഞ്ഞുതരാം.
മുടിയഴിച്ചിട്ട് ആർത്ത് വിളിച്ച് കൂവുകയും ചിലപ്പോൾ മുത്തുമണി കിലുങ്ങുന്നത് പോലെ പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്ന മണിയൻകൊട്ട് സാവിത്രിയുടെ ഉച്ചഭാഷി. എന്താ അത്? ബാവൂരി മഹാറാണയുടെ ശില്പശാസ്ത്രത്തിൽ ഇതിന് പഞ്ചയന്ത്രം എന്ന് പറയും. പഞ്ചഭൂതങ്ങളെ പ്രീതിക്ക് വേണ്ടി ഭവനങ്ങളിൽ സ്ഥാപിക്കേണ്ട യന്ത്രം. ആരുമറിയാതെ യന്ത്രത്തിന്റെ വായിൽ ഉളിയന്നൂർ തച്ചൻ ഒരു ജാലവിദ്യ ഒളിപ്പിച്ചു വെച്ചു. ഒരു പുല്ലാങ്കുഴൽ. രാപ്പകൽ പാലക്കാടൻ കാറ്റ് ഇരമ്പ് വീശും ചെമ്പ്രഭൂമിയിൽ. അപ്പോൾ കുഴൽ കൂകി വിളിച്ചുകൊണ്ടേയിരിക്കും. അതാണ് യക്ഷിഗർജനമായി ഇക്കണ്ട കാലം അത്രയും നെല്ലൂർ മനയിൽ മുഴങ്ങിക്കേട്ടത്. ആ വിദ്യ ഉളിയന്നൂർ കൗടില്യത്തിന്റെ മറ്റൊരു സ്മാരകം. ഉളിയെറിഞ്ഞു ഞാൻ അരിഞ്ഞു വീഴ്ത്തിയത് സാവിത്രിയുടെ നാവല്ല, തച്ചുശാസ്ത്രത്തിലെ ഒരു അമരധ്വജന്റെ മഹാസിദ്ധിയെയാണ്. തമ്പുരാൻകുട്ടി തന്നെ പറയും. കോടതിയിൽ സബ്മിറ്റ് ചെയ്യേണ്ട കേസ് ഡയറിയിൽ കൊല ചെയ്തത് മണിയൻകോട്ട് പ്രേതമാണെന്ന് എങ്ങനെ എഴുതി വെക്കും ഞാൻ? ആര് വിശ്വസിക്കും? ഈ പൊട്ടക്കുളത്തിൽ മുങ്ങിച്ചത്തവന്റെ ശവം ചെമ്പറപ്പുഴയിൽ എങ്ങനെയാ പൊങ്ങുക? അസംബന്ധം. അസംഭവ്യമായി ഈ ഭൂമിയിൽ ഒന്നുമില്ല. നെല്ലൂർ മഠം പണിതത് വടക്കൻ തച്ചുശാസ്ത്രത്തിന്റെ കർമാധികാരിയായ ഉളിയന്നൂർ തച്ചനാണ്. ഇതിൽ ആര് വീണാലും അവന്റെ ജഡം പുഴയിലേ പൊങ്ങൂ. ഒരു പോലീസുകാരനും അതിൽ സന്ദേഹം വേണ്ട. എന്നുവെച്ചാ അളവ് തെറ്റിപ്പണിയിച്ച അരക്കില്ലമാണ് നെല്ലൂർ മന. ഇത് കുളമല്ല, കിണറാണ്. ഇതിനുള്ളിൽ അകവളവും ഉൾക്കുഴിവുമുള്ള ഒരു ജലനാളി തീർത്തു വച്ചിട്ടുണ്ട്. കൈമിടിക്കുള്ള ആ മഹാതച്ചൻ. ആ സൂത്രപ്പണി അറിയാതെ ഇവിടെ കാൽ വയ്ക്കുന്നവൻ ആരായാലും ശരി, പതിക്കുന്നത് പടികുഴിയിലേക്കാവും. അന്ന് ഗിരീശൻ ചവിട്ടി വീഴ്ത്തിയപ്പോ ഞാൻ നേരിൽ കണ്ടതാണ് കുളത്തിന്റെ അടിത്തട്ടിലെ വിസ്മയലോകം. കണ്ടാൽ കുളം, ഉള്ളിൽ 140 കോൽ ആഴമുള്ള കിണർ, കുളത്തിന്റെ അടിത്തട്ടിൽ നിന്ന് തുടങ്ങുന്ന ഒരു ജലപാതം, ഏകദേശം 200 മീറ്റർ നീളമുള്ള ഒരു ടണൽ. നെല്ലൂർക്കാരനവരും എന്റെ അച്ഛനും കുഞ്ഞുണ്ണിയും ഈ ടണലിൽ കിടന്നാണ് ശ്വാസം മുട്ടി മരിച്ചത്. കിണറിനുള്ളിലെ വായുമർദ്ദം കാരണം വീഴുന്നവൻ നിലകിട്ടാത്ത ആഴത്തിലേക്ക് ആണ്ടുപോകും. കൊണ്ടുപോകുന്നത് നീർമർദ്ദയും സാവിത്രിയുമൊന്നുമല്ല, സാക്ഷാൽ ഭൂഗുരുത്വം. അരനാഴിക നീളമുള്ള നാളിയുടെ അങ്ങേയറ്റം കെട്ടിയിരിക്കുന്നത് ചെമ്പ്രപ്പുഴയുടെ നെഞ്ചിലും. കുളത്തിൽ വീണവന്റെ ശവം ഏറ്റത്തിൽ ഒഴുകി പിന്നെ പൊങ്ങുന്നത് പുഴയിലായിരിക്കും. എന്താ, പരീക്ഷിച്ചു നോക്കിയാലേ വിശ്വാസം വരുന്നുണ്ടോ മീരാൻ? പണിതവനേക്കാൾ മിടുക്കനല്ലേ അടിച്ചു പണിത എന്റെ ചങ്ങാതി പ്രൊഫസർ പട്ടാഴി മാധവൻ നമ്പൂതിരി പറഞ്ഞതൊക്കെ എനിക്ക് വിശ്വാസം. സൂരി, അവിടെ നിക്ക. കാലപുരിക്കുമ്പോ ധൈര്യം ഉണ്ടാച്ചാ ഇറങ്ങി വാറാ തിരുമേനെ. കുട്ടാ ഇനി നിന്റെ തിലോദകം കഴിഞ്ഞിട്ടേ ഞാൻ കുളിക്കോ. തിരിച്ചു പോവില്ല ചെമ്പ്രയെന്ന് നീയും നിന്റെ സേവകരും. ജീവനോടെ ചുടുവല്ലാത്തനെയും. കുഞ്ഞുണ്ണിയേട്ടൻ എന്ന ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞിട്ടില്ല നിനക്ക്. ആ അടിക്ക് നിന്റെ ആസനം മാത്രമേ പോയിട്ടുള്ളൂ. ഗുരുവിന്റെ അടിക്ക് നിന്റെ തല തെറിക്കും. ചാവനോടാ നിനക്ക്. അനന്ത വിട്, ഈ തിരുവങ്ങനെ ഞാൻ പറഞ്ഞു വിട്ടോളാം. ഈ മുറ്റത്ത് നിന്റെ ഒച്ച ഇനി പൊങ്ങരുത്. ഇറങ്ങി പൊക്കോണ ഈ നിമിഷം. പട്ടാഴി തിരുമേനിയുടെ മുമ്പില് പിച്ച വെച്ച് നടക്കുന്ന മകനെ അയച്ച മൂപ്പിലാനുണ്ടല്ലോ നിന്റെ അച്ഛൻ, അയാളെയാണ് എനിക്ക് കാണേണ്ടത്. ഉപദേശിച്ച് പദം വരുത്തേണ്ട പ്രായം കഴിഞ്ഞുപോയി മൂർഖന്. താൻ എന്റെ അച്ഛനിട്ട് എന്നെ കുത്തിയല്ലേ? ഇക്കണ്ട കാലം എന്റെ അച്ഛൻ തലയിൽ കയറ്റി വെച്ച് കൊണ്ട് നടന്നിരുന്നത് മനസ്സിലായില്ലേ? പട്ടാഴി തമ്പുരാന്റെ ഗുലാനെ തന്നെയാ. സൽക്കാരത്തിന് വിളിച്ചപ്പോഴൊക്കെ ഞാൻ ഓടി വന്നത് മേലടുക്കളയിലെ രുചി നുണയാനല്ല, മണിയൻകോട്ട ആയുധപ്പുരയുടെ ശേഷി അളക്കാനാ.
അതും പട്ടാഴി എന്ന് പറഞ്ഞിട്ട്. അതാ കഥയുടെ ഗുളിക ചുരുക്കം. അതല്ല, തന്തയും മക്കളും പൊരുതാൻ നിന്നാൽ അന്യം നിന്നുപോവും മണിയൻകൂട്ട് ഗോത്രം. കളി മാധവനോടാ. നൂറ്റിയെട്ട് മർമ്മങ്ങളും കെട്ടുപോയ വെറും ഉടലാണ് നീ. ഇനി ഒരിക്കലും നിന്റെ വാക്കും നോക്കും നേരെ നിൽക്കില്ല. അതുകൊണ്ട് ശിഷ്ടകാലം ഇതുപോലെ ചത്തു ജീവിക്കും. അതാണ് നിനക്കുള്ള ശിക്ഷ. പൊയ്ക്കോളൂ. പോടാ. പേടിക്കാൻ തന്നെയാണ് പേടിപ്പിച്ചത്. ഇയാള് ബലിച്ചോറോ പടച്ചോറോ എന്ത് വേണോ ആയിക്കോ, പക്ഷെ എന്റെ ചോറിൽ പാറ്റയിടരുത്. എന്താ പറയണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. പുലിവേട്ടക്കാരൻ ആടിനെ വളർത്തുന്നത് പാല് കുടിക്കാനാ? അല്ലല്ല, പുലിയെ പിടിക്കാനാ. ഇയാളെ കാട്ടി യക്ഷി ക്ഷണിച്ചാൽ യക്ഷി വരും. ഇയാളെ തിന്നാലെന്ന് യക്ഷിയുടെ വിശപ്പ് മാറില്ല. അടുത്തൂരുള്ള ഞാനായിരിക്കും. എന്താ എന്താ അവിടെ? ഓരോരോ മന്ത്രങ്ങൾ പറഞ്ഞു പഠിപ്പിക്കായിരുന്നു ഞാൻ. ഒന്നുകിൽ പറഞ്ഞത് മനസ്സിലാക്കുക, അല്ലെങ്കിൽ മനസ്സിലാക്കിയത് പറയുക. ഓ, കുട്ടിയെ വെറുതെ പേടിപ്പിക്കാതെ. കുട്ടിയെ പേടിപ്പിച്ചല്ലേ ഉള്ളൂ, അല്ലാതെ പീഡിപ്പിച്ചൊന്നുമില്ലല്ലോ. എന്താ, ഭയമുണ്ടോ? എനിക്കൊരു ഭയമില്ല. ഭയം വേണം. ഇതുപോലൊരു തൃക്കാർത്തിക രാത്രിയിലാണ് നെല്ലൂർക്കാരൻ അവർ കൊല്ലപ്പെട്ടത്. വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ അച്ഛൻ ഹരിനാരായണൻ മരിച്ചതും ഇതേ ദിവസ. ഇനി നിന്റെ ഊഴ വാങ്ങിക്കോളൂ. നിന്റെ കയ്യിൽ നിന്ന് തെളിയട്ടെ ഇവിടെ മുഴുവൻ ലക്ഷം ദീപങ്ങൾ. തുളസി, കുട്ടേട്ടൻ എവിടെ? അത്താഴ പൂജ കൂടി കഴിഞ്ഞേ വരും. ജപിക്കാനിരിക്കുമ്പോ ഈ ഭസ്മം തൊടാൻ പറഞ്ഞയച്ചിട്ടുണ്ട്. ഞങ്ങൾ പോയിട്ട് വരാം. ശരി. ആരാ? 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 ആരാ ഈ വിളക്ക് കെടുത്തിയത്?
എനിക്ക് വേണ്ടത് ബുദ്ധിയുറയ്ക്കാൻ ഇപ്പോഴും സാരസ്വതം സേവിച്ചുകൊണ്ടിരിക്കുന്ന പരികർമ്മി കുട്ടികളെയല്ല. അതറിയില്ലേ നിനക്ക്? എവിടെയവൻ? നിന്റെയൊക്കെ വാദ്യാർ, എനിക്കൊന്ന് കാണണവനെ ഇങ്ങോട്ട് വിളിക്കുക. ഗിരീശനല്ല, താത്രി. ഞാൻ ആവാഹിച്ചു വരുത്തിയ മണിയങ്കോട്ടെ താത്രി, സാവിത്രി എന്ന രക്തരാക്ഷസ്. ഗിരീശ! അയ്യോ, മാധവേട്ടനോ? ഇവിടെ നിപ്പുണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല. ഞാൻ ഇവരോട് പറയായിരുന്നു മാധവേട്ടൻ എന്റെ ശത്രു അല്ലാന്ന്. അല്ല, അതാണ് സത്യം. മിത്ര എന്റെ പെങ്ങളല്ലേ, അവളുടെ ദൈവമല്ലേ മാധവേട്ടൻ. പട്ടാഴി മാധവൻ എന്റെ അളിയനാന്ന് പറയുന്നതിൽ എനിക്കെന്നും അന്തസ്സാ. ആ ഇരുമ്പാണിത്തുമ്പിൽ നീ എന്നെ ആവാഹിച്ച് നാടുകടത്താമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യം നമോ നമഃ. പിന്നെയൊന്നും പുലയോട് പുലയായിരിക്കും നിന്റെ അമ്മയ്ക്ക്. പട്ടായുടെ ആണിക്കലൂരി ഞാൻ. മാധവേട്ടൻ എന്നെ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ ഇവിടെ വന്ന് നിങ്ങളെ കണ്ടൊരു സങ്കടം പറയാൻ വന്നതാ. ആ പട്ടാഴിയിലെ പൊന്നുംകുടത്തിന് ഇനി എന്തിനാ ചെമ്പ്രയിൽ ഒരു പൊട്ട്? ഈ വീട് എനിക്ക് വിട്ടുതാ മാധവേട്ട. പട്ടാഴിയിലെ കർണനോടല്ലേ ഞാൻ എന്റെ ആഗ്രഹം പറയുന്നത്. സാധിച്ചു തരണം. കൊതിച്ചുപോയി. എന്റെ കുട്ടിയെ തോൽപ്പിച്ച് ആരാണെന്ന് കേൾക്കണോ? പട്ടാഴി കുഞ്ഞുണ്ണി. എവിടെയും അവനെന്റെ ഗിരിയെ വെട്ടി. അവനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കുളത്തിൽ ചവിട്ടി താഴ്ത്തി കൊന്നു. ആത്മാവും ശരീരവും വേർപെടുത്തി ഈ ഞാൻ മണിയങ്കോട്ടു സാവിത്രി. അതിന് പകരം ചോദിക്കാമെന്ന് നിനക്ക് ഞാൻ വെളിപ്പെട്ടു. ആദികേശവനെ കൊന്ന് ലക്ഷണം കാണിച്ചു. മനസ്സിലായോ നിനക്കെന്റെ ശക്തി? ഇനി എനിക്ക് വേണ്ടത് ഇവളെയാണ്. ഇവൾക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് ഈ കണ്ട കാലം വരയ്ക്കും. അക്ഷരലക്ഷം മന്ത്രങ്ങൾ ഉരുവിട്ട് മന്ത്രസിദ്ധി കൈവന്ന മാധവേട്ടൻ ആവാഹിച്ചാൽ സാവിത്രിക്ക് വരേണ്ടി വരും. കൊല്ലരുത് പാവത്തിന്. കുട്ടിക്കാലം മുതലേ എന്റെ ജീവനാ സാവിത്രി. ഇനി ഞങ്ങളെ വേർപെടുത്താൻ പറ്റില്ലാർക്കും. നിശ്ചയിച്ചുറപ്പിച്ച തീരുമാനമാണോ? സംശയം വേണ്ടടാ നായേ. ശക്തിയുണ്ട്, തടയടാതി എന്നെ.
ക്രൂരൻ മാത്രമല്ല, പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ഒരു രോഗി കൂടിയാണ് നീ. നെല്ലൂർ മനയിൽ ഞാൻ കാലുകുത്തിയ ദിവസം, നിന്റെ നെഞ്ചിൽ ഞാൻ കാലുവെച്ച നിമിഷം, അന്നെനിക്ക് മനസ്സിലായി ഗിരീഷ, ചങ്ങല പൊട്ടിച്ച രോഗിയും ചങ്ങലക്കിടേണ്ട ക്രൂരതയും നീയാണെന്ന്. കുടിപ്പകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ച് ഇതൊരു മനുഷ്യാലയമാക്കി മാറ്റാമെന്ന് ഞാൻ തുളസിക്ക് വാക്കുകൊടുത്തുപോയി. ഇനി മുതൽ അവൾ ഇവിടെ താമസിക്കും. അതിനു മുമ്പ് നിന്നിലുള്ള സാവിത്രി മരിക്കണം. ആ മരണം നിനക്ക് രോഗങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നുള്ള ശിക്ഷകളിൽ നിന്നുമുള്ള മോചനമാണ്. ഹിംസ ദുഷ്ടനിഗ്രഹത്തിനാണെങ്കിൽ അത് ധർമ്മമാണ്, മനുഷ്യധർമ്മം. പറിച്ചെടുക്കുകയാണ് ഞാൻ അവളെ. ഇല്ല, ഞാൻ വാങ്ങില്ല. എല്ലാം ഒഴിഞ്ഞു പോയെന്ന് വിചാരിച്ചപ്പോ വീണ്ടും അടുത്ത ടീം എത്തിയ. നിർബന്ധിക്കരുത്. വേണ്ട, എനിക്ക് വീട് വേണ്ട. ഞാൻ പട്ടാടിക്ക് വരിക. അച്ഛാ, ഇവരോട് പറയും ഇവിടുന്ന് പോരുതെന്ന്. എനിക്ക് വേണ്ട ഈ വീട്. അലോഷ്യം വേണ്ട. ആദ്യം നീ കുട്ടന്റെ താക്കോലങ്ങ് വാങ്ങിക്ക. സ്വത്ത് കണ്ടപ്പോ അച്ഛന്റെ കണ്ണ് മഞ്ഞളിച്ചൂല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ല എനിക്കിതൊന്നും വേണ്ടെന്ന്. ഈ ഇല്ലത്തെ പൂച്ചയ്ക്ക് ബോധമുണ്ട്, പക്ഷേ ബുദ്ധിയില്ല. നീയല്ലാതെ പിന്നെ ആരാ ഈ വീടിന്റെ ഉടയോൾ? നിയമാനുസരണം ഇക്കണ്ട സ്വത്തിന്റെയൊക്കെ ഉടയത്തം നിനക്കായിപ്പോ. കോടീശ്വരിയാ നീ. നെല്ലൂർ മന പഴയ ഇരുട്ടുബാധിച്ച അരക്കില്ലമല്ല, മനുഷ്യർക്ക് പാർക്കാൻ വേണ്ടുന്ന ലക്ഷണമൊത്ത പ്രകാശമുള്ള താമസിക്കാൻ കൊള്ളാവുന്ന ഒരു പാർപ്പിടമാക്കി മാറ്റി. അതായിരുന്നു നീയും ഞാനും തമ്മിലുള്ള വാക്ക്. ജന്മം മുഴുവൻ നിന്നോടൊപ്പം സ്നേഹവാത്സല്യത്തോടെ ഇവിടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചവനാണ് എന്റെ ഉണ്ണി.
കുഞ്ഞേട്ടൻ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ച ഭവനായത്. അപ്പോ നീയും ഉണ്ടാവണം ഇവിടെ. നാളെ നെല്ലൂർ ഹരിനാരായണന്റെ സന്തതി പരമ്പരകൾ ഈ മുറ്റത്ത് കളിച്ചു വളരണം. ഇത് കുട്ടേട്ടന്റെ ആശയല്ല, വാശിയാണ്. എല്ലാരും പോകാനുള്ള പരിപാടിയാ. ഇത് തന്നെ അവസരം. ഇനി ഒട്ടും സമയം കളയണ്ട, നമുക്ക് വേഗം പോകാം. വരട്ടെ. ഇനി ആര് വരാൻ? ശാരണി മാമേ, പൊട്ടിയ ഓട് മാറ്റാനും ഒരു കൊളുത്തുറപ്പിക്കാനും ഒക്കെ ഇവൻ ധാരാളം മതി. അതിലൊക്കെ ഇവൻ കേമന. അതുകൊണ്ട് ശാരണി മാമയ്ക്ക് ഒരു കയ്യാളായിട്ട് ഇവൻ ഇവിടെ നിൽക്കട്ടെ. അയ്യോ എന്ന് പറഞ്ഞ ഞാൻ ശപസൂര്യശോഭയിൽ തെളിയുന്ന ദ്രോണ, നക്ഷത്ര കോടികൾക്കധിപനാം ദ്രോണ, ഉദയത്തിലോംകാര ശംഖമാം ദ്രോണ, ശരമാരിയാൽ ശിവനെ അർച്ചിച്ച ദ്രോണ.